പ്രിയ ബ്രദർ, സിസ്റ്റർ, അവരുടെ മുഖം മാറാൻ പാടില്ലാത്തതുപോലെ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന വിധത്തിൽ മാറി തുടങ്ങിയോ? ആ ചിരിയൊക്കെ പോയോ? വാക്കുകളിലെ സോഫ്റ്റ്നെസ്സും കരുതലും ഒക്കെ നഷ്ടപ്പെട്ടോ? സമയമായിട്ടുണ്ട്. വാഗ്ദത്ത നിവർത്തിക്ക് ഇറങ്ങി പുറപ്പെടുവാൻ റെഡിയായിക്കോ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ഈ ദൈവിക ആലോചന ചില വ്യക്തികളോട് വ്യക്തിപരമായിട്ടുള്ളതാണ്. ഒരു വാക്യം വായിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു, ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. 2-ാമത്തെ വാക്യം കൂടെ വായിക്കാമേ. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കി, അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. ഇതേ വാക്കുകൾ, ഏകദേശം ഇതേ സെൻറ്റൻസ് ഞാനൊരു സഹോദരനിൽ നിന്ന്, ഇന്ന് എനിക്ക് നിങ്ങൾക്കുമൊപ്പം പ്രഷർ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കുന്ന സഹോദരനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, പ്രിയ ബ്രദർ, ചില വർഷങ്ങളായി ഞാൻ ഇന്ന രാജ്യത്ത് ആണ്. ഞാൻ വന്ന സമയം മുതൽ എൻ്റെ സഹോദരങ്ങളെപ്പോലെ, എൻ്റെ ബന്ധുക്കളെപ്പോലെ, സുഹൃത്തുക്കളെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായി ചില വ്യക്തികൾ എന്നിലേക്ക് വന്നു ചേർന്നു. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരുന്നു. അവരെനിക്കും ഞാൻ അവർക്കും പ്രയോജനപ്പെട്ടു. എന്നാൽ ചില ദിവസങ്ങളായി അവരുടെ മുഖം എൻ്റെ നേരെ പഴയതുപോലെ അല്ല. അവരുടെ സംസാരം എൻ്റെ നേരെ പഴയതുപോലെ അല്ല ബ്രദർ. അവരുടെ പെരുമാറ്റം, അവരുടെ ഇടപെടൽ. സഹോദരി, നീ കരയുക. നീയും ആ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടു. നീ ആ വീട്ടിനകത്ത് എത്തിയത് കൊണ്ട് ആ വീടും അനുഗ്രഹിക്കപ്പെട്ടു. അവർക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല. പക്ഷേ അന്നത്തെ പോലെ അല്ല അവരുടെ സംസാരം. നിൻ്റെ ഭർത്താവിൻ്റെ, മാതാവിൻ്റെ, അവരുടെ റിലേറ്റീവ്സിൻ്റെ സംസാരം പഴയതുപോലെ അല്ല. എന്തിന്, നിൻ്റെ ഭർത്താവിൻ്റെ സംസാരം പോലും പഴയതുപോലെ അല്ല. സഹോദരങ്ങളുടെ സംസാരം പഴയതുപോലെ അല്ല, അല്ലേ? അത് വല്ലാത്തൊരു സങ്കടമാണ്. ആ വാക്കുകളിലുണ്ടായിരുന്ന കരുതലുകളൊന്നുമില്ല, ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ല, നമുക്ക് ഒരു ഉറപ്പും ധൈര്യവും തരുന്ന അതൊന്നും വാക്കുകളില്ല. എല്ലാം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അല്ലേ? നീ കേട്ട ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കുവാൻ തയ്യാറാണോ? ഇത് നിൻ്റെ വാഗ്ദത്ത നിവർത്തിക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട്, സഹോദരി, നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ ഒപ്പവാ. അപ്പോൾ ആ സഹോദരൻ വലിയ സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട്, ആ സഹോദരനോട് ചോദിക്കുവാൻ പറഞ്ഞ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ബ്രദർ, നിങ്ങളവിടെ എത്തി, നിങ്ങളൊരു ഭക്തനാണ്, പ്രാർത്ഥനയോടെ അവിടെ കടന്നു ചെന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച സ്ഥലം ഇതാണോ, അല്ലെങ്കിൽ ഈ രാജ്യമാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാഗ്ദത്തമായി നൽകാമെന്ന് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു, അങ്ങനെയാണ് പ്രാർത്ഥനയോടെ ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ദേശം അനുഗ്രഹമാണ്. ഈ ദേശത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി നന്മകളും സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു വീട് വെച്ചു, കുറച്ച് കാര്യങ്ങൾ ഇനിയും ഉണ്ട്, പക്ഷേ ഞാൻ ഹാപ്പിയാണ്, എല്ലാം ശരിയാണ്, നന്നായിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചു, ബ്രദർ, എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുവാൻ പറയുന്നു, ഇതാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ എക്സാക്റ്റ് സ്ഥലം, എക്സാക്റ്റ് സ്ഥാനം? ഈ ശബ്ദം കേൾക്കുമ്പോൾ ചിലർ ആയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ആയിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്, നിങ്ങൾക്കുള്ള പദവികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളായിരിക്കുന്ന സ്ഥലം അതൊരു രാജ്യമായിരിക്കാം, അതല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഒരു സംസ്ഥാനമായിരിക്കാം. നിങ്ങൾ ചിലരുടെ മധ്യത്തിലായിരിക്കുന്നു, അത് അവിടെ ആയിരിക്കാം. ചിലരുമായുള്ള റിലേഷൻ, ബന്ധമായിരിക്കാം. ബിസിനസ്സിലാണെങ്കിൽ ചില ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, അതിനർത്ഥം വേറെ ബിസിനസ് ഇല്ലെന്നല്ല. ആ ബിസിനസ്സാണോ? ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ബിസിനസ്സാണോ? ആ രീതിയിലുള്ള ബിസിനസ്സാണോ? ഇങ്ങനെ, അതെ, ചോദ്യം മനസ്സിലായല്ലോ. ചോദിക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, അവിടെയാണോ
ആ സ്ഥലത്താണോ, ആ സ്ഥാനത്താണോ, അതേ പൊസിഷനിലാണോ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ എത്തിക്കാമെന്നാണോ ദൈവം നിങ്ങളോട് പറഞ്ഞത്? എപ്പോഴും നിങ്ങൾ തിരിച്ചറിയുക, ഒറ്റ വാക്കിൽ പറഞ്ഞു പോകട്ടെ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. മീൻസ് വാഗ്ദത്തം എന്ന് പറയുന്നത്, ഒന്ന്, നേരിട്ട് നിങ്ങളോട് സംസാരിക്കും. രണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ ആവശ്യമാണ് അവൻ്റെ വാഗ്ദത്തം. ഉദാഹരണം, അബ്രഹാമിന് തലമുറയിലായിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ ആവശ്യം എന്താണ്? മക്കൾ വേണം. ദൈവം നൽകിയ വാഗ്ദത്തം എന്താണ്? മക്കൾ. അബ്രഹാമിനൊരു മോനെ മതി, ദൈവം മക്കളെ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തു. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന ആവശ്യം എന്താണോ അതാണ് നിങ്ങളുടെ വാഗ്ദത്തം. ഒന്ന്. ഇനി രണ്ടാമത്തെ വാഗ്ദത്തം, ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളായിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില മേഖലകളിൽ, വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാം, അനുഗ്രഹിക്കാമെന്ന് സംസാരിക്കും. അതാണ് വാഗ്ദത്തം. അപ്പോൾ അതാണോ, അവിടെയാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? ആ സ്ഥാനമാണോ നിങ്ങൾക്കുള്ളത്? ആ പേരാണോ ഉള്ളത്? അങ്ങനെ ഉള്ളവരാണോ നിങ്ങൾക്കൊപ്പം ഉള്ളത്? ചോദ്യം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ കേട്ട വാഗ്ദത്തത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുന്നു. പ്രിയ മാതാവേ, പിതാവേ, നിൻ്റെ മക്കളെക്കുറിച്ച് നിന്നോട് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു. അതുകൊണ്ടാണ് അവർ വിളിച്ചിട്ട് പറയുന്നത്, അമ്മേ, ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ്, ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്, ആരുടെ മുഖത്തൊരു സ്നേഹമില്ല, കരുതലില്ല, നേരത്തെ സ്നേഹത്തോടെ നിരുന്നവർ തന്നെ ഇപ്പോൾ ശത്രുക്കളായി മാറി. അല്ലേ മാതാവേ? അതല്ലേ മോള് പറയുന്ന മുഴുവൻ? നേരത്തെ സ്നേഹമായിട്ടിരുന്നവരൊക്കെ ഇപ്പോൾ ശത്രുക്കളായി മാറി. അല്ലേ സഹോദരി? ഭർത്താവ് അതല്ലേ പറയുന്നേ? കൂടെ ഉണ്ടായിരുന്നവന്മാരൊക്കെ ഇപ്പം ശത്രുക്കളാണടി, എല്ലാവരും എനിക്കിപ്പം വിരോധമായിട്ട് നിൽക്കുന്നത്, എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. റെഡിയാണോ വാഗ്ദത്തം പ്രാപിക്കുവാൻ? ആമേൻ. അപ്പോൾ ഞാൻ ആ സഹോദരനോട് വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുക. നിങ്ങളടുത്ത് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ചോദിച്ചത് ഇന്നത്തെ മെസ്സേജ് വേറൊരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സന്തോഷത്തിൽ എന്നെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അല്ല ബ്രദർ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദൈവത്തോട് ചോദിച്ചത് ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ഒരു യൂറോപ്യൻ കൺട്രീസ്. അതാണ് ഞാൻ ആഗ്രഹിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞത്, പ്രവാചകന്മാരിലൂടെയും അഭിഷിക്തന്മാരിലൂടെയും എന്നോട് പറഞ്ഞത് ഈ രാജ്യമാണ്, ഞാനിവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, നീ എന്താണോ ദൈവത്തോട് ചോദിച്ചത്, ഏത് രാജ്യത്ത് കടന്നു പോകണമെന്നാണോ നീ ആഗ്രഹിച്ചത്, നിൻ്റെ ഒത്തിരി നാളത്തെ ആ സ്വപ്നം, അതാണ് നിൻ്റെ വാഗ്ദത്തം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരൻ ഇടപെട്ടു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളിൽ പലരെയും പോലെ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാനും തുടങ്ങി. നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ. ആ സഹോദരൻ ഒരു ഗൾഫ് രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ചതുപോലെ നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ചില മാസങ്ങൾ ഉപവാസ പ്രാർത്ഥനയെ തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരനോട് സംസാരിച്ചു. താൻ ദൈവസന്നിധിയിൽ വച്ച അതേ രാജ്യത്തേക്ക് പോകുവാനുള്ളൊരു വഴി തുറന്നു. ആ സഹോദരൻ ഏകദേശം 2 വർഷത്തിലധികമായി ആ രാജ്യത്തിലായിരിക്കുന്നു. ഇതെന്നെക്കാൾ കോൺഫിഡൻസോടെ ആ സഹോദരൻ പറയും, അവരുടെ മുഖം കറുത്തത് ഞാൻ വാഗ്ദത്തത്തിൽ എത്തുവാൻ വേണ്ടിയാണ്. എന്താണോ ഞാൻ സ്വപ്നം കണ്ടത്, എന്താണോ ഞാൻ ആഗ്രഹിച്ചത്, അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. പ്രിയ ബ്രദർ, സിസ്റ്റർ, അവരുടെ മുഖം കറക്കുന്നത്, ചിലർക്കൊക്കെ ഇപ്പം നിന്നെ കാണുമ്പോൾ കടിച്ചു കീറാൻ തോന്നുന്നത്, ചിലർക്കൊക്കെ ദേഷ്യം വരുന്നത്, ചിലർക്കൊക്കെ കാർത്തുപ്പി തിരിഞ്ഞു നിൽക്കാൻ തോന്നുന്നത്, അതെ, നിൻ്റെ വാഗ്ദത്തം പെൻഡിങ്ങിൽ കിടക്കുക. നോക്കൂ, മുഖം മാറിയ ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബിനോട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിക്കുക. 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ യാക്കോബിനോട്, അപ്പോൾ മുഖം മാറിയെന്ന് കണ്ട ഉടനെ, സഹോദരി നിന്നോടാ, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, സഹോദരങ്ങളെ, നിങ്ങളോടാ മുഖം മാറി, നിങ്ങളത് കണ്ടു, നിങ്ങൾക്ക് സങ്കടവുമായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. യഹോവ യാക്കോബിനോട്, നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ നിനക്ക് പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. നിന്നെ ഓടിപ്പോയിടത്ത് വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. മീൻസ് ഇന്ന് നിങ്ങളായിരിക്കുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നതും പ്രാപിച്ചതുമൊന്നും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കുക, അങ്ങനെ ഒന്നുമില്ല. ആസ് യൂഷ്വൽ ജീവിച്ചു പോകാനുള്ളത്. നോ. 32:10 ഉൽപ്പത്തി പുസ്തകം ബൈബിൾ പറയുന്നു, ഒരു വടിയോടുകൂടെ യോർദാൻ കടന്ന യാക്കോബിനെ ദൈവം 2 വലിയ കൂട്ടമായി മടക്കി വരുത്തി. സഹോദരൻ പോലും മാനസാന്തരപ്പെടും വിധത്തിൽ. ഏത് വാഗ്ദത്തം? അതാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായിരിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാകുമെങ്കിൽ, അതെ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ
നീ കൊതിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ വിഷയമുണ്ടല്ലോ, ബ്രദർ, സിസ്റ്റർ, ആ രാജ്യത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുന്നു. ആ ബിസിനസ്, യെസ്, നീ അത് തുടങ്ങുവാൻ പോകുന്നു. ഇന്ന് അതല്ല നീ കൊതിച്ചത്, നീ ആഗ്രഹിച്ചത്, ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞത്. മാതാവേ, പിതാവേ, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇതെങ്കിലും മതി, അതൊക്കെ മതി, അതവിടെ നിൽക്കട്ടെ. അതല്ല, നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, പ്രവാചകന്മാരിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ, അവിശുദ്ധന്മാരിലൂടെ നിന്നോട് സംസാരിച്ചത് ഈ ദിവസങ്ങൾ നിവർത്തിക്കുവാൻ സമയമായിരിക്കുന്നു. പുറപ്പാടിനുള്ള സമയമായിരിക്കുന്നു. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ പുറപ്പെടുവാൻ റെഡിയാണോ? ആമേൻ. താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ അടുത്തൊരു നിലവാരത്തിലേക്ക്, മീൻസ് നിങ്ങളുടെ സ്വപ്നം നിറവേറുന്ന ഒരു നിലവാരത്തിലേക്ക്. യാക്കോബിൻ്റെ സ്വപ്നമാണ് ആ ലൂസ് എന്ന മരുഭൂമിയിൽ തളർന്ന് കിടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ, എനിക്കൊരു മടങ്ങി വരവ് വേണം. നിന്നെ ഉള്ളവനാക്കി ദൈവം മടക്കി വരുത്തുവാൻ പോകുക, അല്ലെങ്കിൽ ഉള്ളവനായി നീ മാറുന്ന യാക്കോബ് 2 വലിയ കൂട്ടമായി മടങ്ങുന്ന നിലവാരത്തിൽ വർദ്ധിച്ചതുപോലെ നിനക്കൊരു വർധനവും മടങ്ങി വരവും എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ റെഡിയാണോ? അവിടെ നിൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായി. അവരുടെ മുഖം കറുത്തത് വെറുതെയല്ല. നിൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ, നിൻ്റെ പ്രാപിക്കേണ്ട സിസ്റ്ററെ, അവരുടെ മുഖം കറുത്തതുകൊണ്ട് വിഷമിക്കേണ്ട. ബ്രാദർ, അവരുടെ മുഖം കറുത്തതുകൊണ്ട്, ഭാര്യയുടെ വീട്ടുകാരുടെ മുഖം കറുത്തതുകൊണ്ട് വിഷമിക്കേണ്ട. ബന്ധുക്കളുടെ, ചർച്ചക്കാരുടെ, കൂട്ടുകാരൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് നിൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായി. ശുശ്രൂഷക, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസനെ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസിയെ കേൾക്ക്. അവരുടെ മുഖം കറുത്തത് കൊണ്ട്, പഴയതുപോലെ ചിരിയൊന്നും വരാത്തത് കൊണ്ട് സങ്കടപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടിയിരിക്കും. നീ പുറപ്പെടുവാൻ സമയമായി. അപ്പോൾ യഹോവ അവനോട്, നീ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു, പുറപ്പെടുവാൻ റെഡിയാണോ? പ്രാപിക്കുവാൻ, 2 വലിയ കൂട്ടത്തിൻ്റെ ഉടമയായി മാറുവാൻ, ദൈവത്താൽ പ്രസൻറ്റ് ചെയ്യപ്പെടുവാൻ നീ റെഡിയാണോ? പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. മുഖം കറുത്തവരെ നോക്കി വിഷമിക്കേണ്ട. കോൺടാക്ട് ചെയ്തോ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ അവിധത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ, ആ വാഗ്ദത്തത്തിലേക്ക് തിരികെ നടക്കുവാൻ, പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ദൈവത്താൽ പ്രസൻറ്റ് ചെയ്യപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക, കോൺടാക്ട് ചെയ്യുക. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച 11 മണി മുതൽ ഉപവാസവും, വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോയിൻ ചെയ്ത് നോക്ക്, ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് നിങ്ങൾക്ക് കർത്താവ് ഒരുക്കും. കടന്നു വന്ന് നോക്ക്, കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ക്ഷണത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലരുടെയും മുഖം മാറിയത് കണ്ട്, സംസാരം കുറഞ്ഞത് കണ്ട്, വാക്കുകൾ കഠിനപ്പെട്ടത് കണ്ട് വിഷമിച്ചായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ അങ്ങ് മാനിക്കണമേ. സ്കൂളിൽ, കോളേജിൽ, ജോലിക്ക് പോയ സ്ഥാനങ്ങളിൽ, പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം അങ്ങ് വിടിവിക്കണമേ. ഈ മക്കളോട് കൂടിയിരിക്കണമേ. അവരുടെ പഠനത്തിന് വിരോധമായി, അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്കും പ്രാപിക്കലിനും വിരോധമായുള്ള എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. പഠന സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഇവർ എത്തിപ്പെട്ട സ്ഥാനങ്ങളിൽ ഇവരെ ഒറ്റപ്പെടുത്തി ഓടിക്കുവാനുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവേ, ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി സ്വർഗം മാനിക്കണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അമേൻ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. ഒറ്റപ്പെടലിനും മുഖം കറക്കലിനും കാരണമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ സൗഖ്യമാകട്ടെ. അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. തലമുറകൾ ഭാവി അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ സ്വർഗം ഇവർക്കായി ഒരുക്കണം. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. സ്വർഗം ഇവരോട് കൂടിയിരിക്കണമേ.
ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, വാഗ്ദത്തത്തിലേക്ക് മുഖം കറുത്തവരുടെ മുൻപിൽ അവർ അസൂയപ്പെടും വിധത്തിൽ നടന്ന് കയറാം. എന്നാൽ നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.